നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇതിപ്പോൾ 2004 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പെൻഷൻ സ്കീം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, ഒരു റിട്ടയർമെന്റ് ടൈമിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താനും പിന്നെ ഗവൺമെന്റിന്റെ ഈ പെൻഷനിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കാനും കൂടി വേണ്ടിയായിരുന്നു. കാരണം ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് പെൻഷനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എത്രയാണോ സാലറി ലാസ്റ്റ് ഡ്രോ ചെയ്തിരുന്നത് അത് അതിന്റെ പകുതിയാന്ന് തോന്നുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു സംഭവം വന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 18 വയസ്സ് മുതൽ ജോയിൻ ചെയ്യാം, 70 വയസ്സ് വരെയാണ്. അപ്പോൾ റീസെന്റ് വാത്സല്യ NPS വാത്സല്യ എന്ന് പറഞ്ഞുള്ളത് കുട്ടികൾക്കും ജോയിൻ ചെയ്യാം. 18 വയസ്സായി കഴിയുമ്പോൾ അവരുടെ പേരിലേക്ക് മാറ്റിയാണ് പിന്നെ അത് കൺവേ ചെയ്യേണ്ടത്. പിന്നെ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ തന്നെ ഓഫ്ലൈനായിട്ടും പറ്റും. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ PFRDAയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഈ പറയുന്ന പാൻ നമ്പരും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അല്ലാതെ ഫിസിക്കലായിട്ട് നമ്മൾ ബാങ്കിൽ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നൊരു കാര്യം, PFRDA എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വൺസ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് PRAN ഈ ഒരു നമ്പർ നമുക്ക് കിട്ടും, പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ. ഇതായിരിക്കും എൻ്റർ ആയിട്ടുള്ള ടെനറിൽ നമ്മുടെ ഒരു ID എന്ന് പറയുന്നത്. അപ്പം ഇത് വെച്ചായിരിക്കും നമ്മൾ ഇതിനെല്ലാം നോക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പൈസ ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് ഒരു 4 അസറ്റ് ക്ലാസ്സിലേക്കായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഇക്വിറ്റി, കോർപ്പറേറ്റ് ബോൺസ്, ഗവൺമെന്റ് ബോൺസ്, പിന്നെ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇത് കുറച്ച് റിസ്കി ആയിരിക്കും. റിയൽ എസ്റ്റേറ്റും ഹെഡ്ജിങ്ങും ഉള്ളതുകൊണ്ട് മാക്സിമം 5% വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത്. പിന്നെ ഇത് നമ്മുടെ ചെയ്യുന്നത് ഗവൺമെന്റുമായിട്ട് എംപാനൽ ചെയ്തിരിക്കുന്ന ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്, റിട്ടയർമെന്റ് ഫണ്ട് മാനേജേഴ്സ്. ഏകദേശം 8-10 അത്രയും പേര് ഫണ്ട് ടീംസ് ഉണ്ട്. അങ്ങനെ ICIC ഉണ്ട്, LIC, അങ്ങനെ അവരായിരിക്കും ഇതിനെടുക്കുന്നത്. അപ്പോൾ ഇതിലെ ഇൻവെസ്റ്ററിന് NPS ഹോൾഡറിന് 2 ഓപ്ഷൻസ് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. ഒന്ന് ആക്റ്റീവും ഉണ്ട്, പിന്നെ ഒന്ന് ഓട്ടോയും ഉണ്ട്. ഈ ഓട്ടോ വർക്ക് ചെയ്യുന്നത് PFRDAയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് അവർ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, ഏജും റിസ്ക് പ്രൊഫൈലും വെച്ചിട്ട്. എക്സാമ്പിൾ 35 വയസ്സുള്ള ഒരാൾ അഗ്രസീവ് ആണെങ്കിൽ 70%, ഇക്വിറ്റി ഈ പറഞ്ഞ മോഡറേറ്റ് ആണെങ്കിൽ 50%, ഈ പറഞ്ഞ കൺസർവേറ്റീവ് ആകുമ്പോൾ 25%. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വൈസ് ആണ് ചെയ്യുന്നത്. IT വരുമ്പോൾ 50 വയസ്സ് വരെ 50 വയസ്സ് വരെ 75% ഇക്വിറ്റി പോകുന്നത്. 51 വയസ്സാകുമ്പോഴത്തേനും ഇത് ഗവൺമെന്റ് തന്നെ ഓട്ടോമാറ്റിക്കലി കുറയ്ക്കും ഇക്വിറ്റി എക്സ്പോഷർ. പിന്നെ ഇതിനകത്ത് വരുന്നത് എൻ്റെ ടെനറിൽ ഇപ്പോൾ 60 വയസ്സ് വരെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കോർപ്പസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ 60% നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വരുന്നത്. ബാക്കി 40% ആനുവിറ്റിയിലേക്ക് പോകും. അപ്പോൾ ആനുവിറ്റി ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനികളായിരിക്കും. അപ്പോൾ അവർ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എടുത്തിട്ടായിരിക്കും പെൻഷൻ പോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ടയർ 1, ടയർ 2. ടയർ 1 എന്ന് പറയുന്നതിനകത്താണ് ടാക്സ് ബെനിഫിറ്റ്സ്, ലോക്കിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ടയർ 2 എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്, നമുക്ക് എപ്പോഴും എൻട്രി എക്സിറ്റും ചെയ്യാം. പക്ഷേ 3 ഇയർ നമുക്കാണ് ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും. ടയർ 1 ഇല്ലാതെ ടയർ 2 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു ടാക്സ് ബെനിഫിറ്റിൻ്റെ അകത്ത് വരുന്നത് വെച്ചാൽ സെക്ഷൻ 80C പ്രകാരം ഒരു 1.5ൻ്റെ ഒരു 80CCD പ്രകാരം ഒരു 50,000 രൂപയുടെ ആണ് വരുന്നത്. പിന്നെ ഇതിൽ പാർഷ്യലി വിട്ടോട് നമുക്ക് ചെയ്യാൻ പറ്റും 3 വർഷത്തിന് ശേഷം ഒരു 25% വരെ. അങ്ങനെ എൻ്റെ ടെനറിൽ 3 തവണ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം 25,000 എടുത്തെങ്കിൽ 5 വർഷത്തിന് ശേഷമായിരിക്കും അടുത്ത 25,000 എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 3 തവണ എൻ്റെ ടെനറിൽ പറ്റുള്ളൂ. അതെന്തെങ്കിലും സ്പെഷ്യൽ കേസസ് ആയിരിക്കണം, പിള്ളേരുടെ എഡ്യൂക്കേഷനോ വീട് വെക്കുന്നതോ കല്യാണമോ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കേസ് കിട്ടുക. അപ്പോൾ അതിന് മാത്രമാണ് പാർഷ്യൽ. അല്ലാതെ ഒരാളിപ്പോൾ വന്നിട്ട് 30 വയസ്സ് സ്റ്റാർട്ട് ചെയ്തു, 40ാമത്തെ വയസ്സിൽ ഇത് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അവർക്ക് 20% നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 80% ആനുവിറ്റിയിലേക്ക് പോകും. ഒരു സർട്ടൻ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പോകും. 2.5 വരെയാണ് 2.5 lakhs വരെ. പിന്നെ ഇതിനകത്ത് വരുന്നൊരു കാര്യം, നമ്മൾ മൊത്തം നിക്ഷേപം അടച്ചേക്കുന്ന ഒരു 5 lakhs വരെ ഉള്ളെങ്കിൽ നമുക്ക് എൻ്റെ എമൗണ്ട് ലംസമായിട്ട് തന്നെ നമുക്ക് എടുക്കാനാണ് തിരിച്ച് 60ാമത്തെ വയസ്സിൽ. പിന്നെ ഇതിനകത്ത് വരുന്ന വേറെ ദിവസം ഇപ്പം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
ഇത് KYC പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് നോമിനി ആരാണോ അവരിലേക്ക് ആക്കിയതിന് ശേഷം എൻറ്റയർ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഡ്രോബാക്സ് ഇത് NPS ആർക്ക് എടുക്കാന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യലി ഒന്നും അറിയാത്ത ഒരാൾക്കും അല്ലെങ്കിൽ റിസ്ക് ഒട്ടും താല്പര്യമില്ലാത്തവരും അങ്ങനെയുള്ളവർക്കാണ് എപ്പോഴും FD ഈ ജനറേഷനിലും FD മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കാണ് പിന്നെയും നല്ലതെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയത്. ഇപ്പം മ്യൂച്വൽ ഫണ്ടുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നത്. കാരണം ഇതിലാണെങ്കിൽ ഇക്വിറ്റി എക്സ്പോഷറൊക്കെ 75% ഉള്ളൂ. നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 100 വരെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ പ്ലെഡ്ജ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട്, ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻസ് ഇല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ആനുവിറ്റിയിൽ മാക്സിമം 6% വരെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ 60% ടാക്സ് ഫ്രീ ആയിട്ട് എടുക്കുന്ന എമൗണ്ട് വേണമെങ്കിൽ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ട് ഇട്ടിട്ട് വേണം SWP ചെയ്യുക. അത് നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം 60 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 40,000 രൂപ പെർ മന്ത് എടുക്കാൻ പറ്റും. പിന്നെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ നടക്കും. മറ്റേടെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ നടക്കത്തില്ല, ആ എമൗണ്ട് തന്നെ വരുള്ളൂ. Any questions?